നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ കാർ വാങ്ങുമ്പോൾ നമുക്ക് വേണ്ടുന്ന പേപ്പറുകളിൽ ഒന്ന് എന്ന് പറയുന്നത് ടാക്സാണ്, പൊല്യൂഷനാണ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കാർ ഇൻഷുറൻസ് ആണ്. ഇപ്പോൾ GST 2.0 വന്നതോട് കൂടിയിട്ട് കാറിൻ്റെ വില നന്നായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുതിയ കാർ വാങ്ങാൻ പറ്റിയ സമയമെന്ന് പറയാം ലളിതമായിട്ട്. അതിൻ്റെ കൂടെ വേണ്ടതാണ് കാർ ഇൻഷുറൻസും. കാറിന് ഇൻഷുറൻസ് മുഖ്യമാണല്ലോ. ഇപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഒരു അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു, വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോകണം. ഈ വണ്ടി അവിടെ കൊണ്ടുപോകുമ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിലും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണെങ്കിലും ഒരു സംഖ്യ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. 1,00,000 രൂപയാണ് ഇൻഷുറൻസ് കവറേജ് എങ്കിൽ ചിലപ്പോൾ 60,000 രൂപയൊക്കെയാണ് അത് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഒരിക്കലെങ്കിലും വണ്ടി വർക്ക്ഷോപ്പ് കയറിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടാകും. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഫുൾ കവർ ഉണ്ടായിട്ടും നമുക്ക് എന്താണ് ഫുള്ള് കാശ് കിട്ടാത്തത്? ഇതൊഴിവാക്കാൻ ഫുൾ കവറേജ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഒരു നല്ല കാർ ഇൻഷുറൻസ് കുറഞ്ഞ ചിലവിലെടുക്കാം? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ അധികം കണ്ടു കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മളെന്തായാലും ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സാധാരണ കാർ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഇൻഷുറൻസ് അങ്ങ് എടുക്കുക ചെയ്യാറ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇൻഷുറൻസ് നമുക്ക് പുറത്തുനിന്ന് ലാഭകരമായിട്ട് ഓൺലൈനിലൂടെ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലോ അല്ലെങ്കിൽ ആ കമൻറ്റിൽ കൊടുക്കുന്ന ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കുന്ന ലിങ്കിലോ പോയിട്ട് നോക്കിയാൽ മതി. അത് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഏറ്റവും ലാഭത്തിലുള്ള ഇൻഷുറൻസ് പ്ലാനുകളെ പറ്റി കമ്പയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് നോക്കണമെന്നില്ല. താഴെ കാണുന്ന QR കോഡിൽ 21 പരം ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്യാനും അവിടുന്ന് തന്നെ നല്ലൊരു ഇൻഷുറൻസ് നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ഇൻഷുറൻസ് എടുത്താൽ എന്താണ് ലാഭം? ഇപ്പോൾ നമ്മൾ കാറിൻ്റെ കൂടെ കിട്ടുന്ന അല്ലെങ്കിൽ കൂടെ എടുക്കുന്ന ഇൻഷുറൻസിനേക്കാൾ 1.5-2 മടങ്ങ് കുറവിൽ നമുക്ക് ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ഏറെക്കുറെ 30,000 രൂപയോളം വരെയൊക്കെ ഓൺലൈൻ ഇൻഷുറൻസിൽ ലാഭിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ മാരുതി സുസുക്കി എർട്ടിയ ZXi CNGക്ക് 39,000 രൂപയോളമാണ് നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ എടുക്കുന്ന ഇൻഷുറൻസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അത് ഓൺലൈൻ നോക്കിയാൽ 23,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. 23,000 രൂപയ്ക്ക് 23,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുമെന്ന് പറയാം. എന്ന് വെച്ചാൽ 16,000 രൂപയാണ് ഇവിടെ തന്നെ ആ ഒരു ലാഭം എന്ന് പറയുന്നത്. ഇത്രയുമൊക്കെ ലാഭത്തിൽ ഇൻഷുറൻസ് ഓൺലൈൻ കിട്ടുമെങ്കിൽ എനിക്ക് തോന്നുന്നു വണ്ടിയുടെ കൂടെ കിട്ടുന്നതിനേക്കാൾ ലാഭം അത് തന്നെയല്ലേ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് വണ്ടി വാങ്ങപ്പെടുന്ന ഇൻഷുറൻസ് ആണെങ്കിലും അതല്ല നമ്മൾ പുറത്തുനിന്ന് ഓൺലൈനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെയും ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലെയിം പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ കമ്പനി നേരിട്ടാണ്. അതുകൊണ്ട് തന്നെ സർവീസൊക്കെ ഹാസിൽ ഫ്രീ ആണെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ പഴയ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കാനാണെങ്കിലും ഏറെക്കുറെ 91% ലാഭത്തിൽ നമുക്ക് ഓൺലൈൻ എടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു 8,000 രൂപയുടെ ലാഭത്തിലൊക്കെ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ കഴിയുമെന്നതാണ് ഓൺലൈൻ എടുക്കുമ്പോൾ. ഇവിടെ ക്ലെയിമിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലെയിം പ്രോസസ്സ് ആണെങ്കിലും നമുക്ക് GST രജിസ്റ്റർ ചെയ്ത ഏതൊരു ഡീലർഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതൊരു ഗ്യാരേജിൽ നിന്നോ നമുക്ക് ക്ലെയിമൊക്കെ ചെയ്യാൻ പറ്റും. അത് ക്യാഷ്ലെസ് ക്ലെയിം തന്നെയാണ്. ഇനി ക്യാഷ്ലെസ് ക്ലെയിം അനുവദിച്ചില്ലെങ്കിൽ അതിനെതിരെ പരാതിപ്പെടാനുള്ള സംവിധാനം കൂടി ഈ ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന സംവിധാനത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ലിങ്ക് പോയി നോക്കി കഴിഞ്ഞാൽ കുറേ കമ്പനികൾ അവരുടെ കുറേ ഫീച്ചേഴ്സൊക്കെ കാണാം. പക്ഷേ ഇതിൽ ഏതൊക്കെയാണ് ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് ആവശ്യമില്ലാത്തത്, അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, അതുകൂടി ഞാനിവിടെ പറയാൻ പോവാണ്. കാർ ഇൻഷുറൻസിനെ പ്രധാനമായും 3 തരത്തിൽ തരംതിരിക്കാം. തേർഡ് പാർട്ടി ഇൻഷുറൻസ്, സ്റ്റാൻഡ് അലോൺ ഓൺ ഡാമേജ്, പിന്നെ കോംപ്രഹെൻസീവ് കാർ ഇൻഷുറൻസ്. അങ്ങനെ പറയുമ്പോൾ അപ്പോൾ എന്താണ് ബമ്പർ ടു ബമ്പർ, എന്താണ് ഫുൾ കവർ, അങ്ങനെയുള്ള ഒരു സംശയങ്ങൾ കൂടി നിങ്ങൾക്ക് തോന്നില്ലേ? ആദ്യത്തേത് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അത് നിയമമാണ്. അതില്ലെങ്കിൽ ഒരുപക്ഷെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വരെ സാധ്യതയുണ്ട് വല്ല അപകടം പറ്റി കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ വണ്ടി മറ്റു വണ്ടി പോയി ഇടിക്കുകയാണ്, ആ വണ്ടിക്ക് വല്ല കേടുപാടുകളും പറ്റി. അങ്ങനെ വന്നാൽ ആ വണ്ടിയുടെ ചിലവുകൾ നമ്മൾ കയ്യിൽ നിന്ന് എടുക്കാം ഇൻഷുറൻസ് ഇല്ലെങ്കിൽ. എന്നാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ കേടുപാടുകളും ആ വാഹനത്തിലുള്ള ആളുകൾക്ക് പറ്റുന്ന അപകടത്തിനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അപകടത്തിൻ്റെ നഷ്ടപരിഹാരവും എല്ലാം ഇൻഷുറൻസ് കമ്പനിയാണ് നൽകുന്നത്. അതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്, അപകടം സംഭവിച്ചു, അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് നഷ്ടമാവില്ല എന്നർത്ഥം. അങ്ങനെ നിങ്ങളുടെ വണ്ടി തേർഡ് പാർട്ടി ഇൻഷുറൻസുള്ള നിങ്ങളുടെ വണ്ടി മറ്റൊരു വണ്ടിയെ ഇടിച്ചാൽ ആ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയുടെ കേടുപാടുകൾ തീർക്കാനുള്ള പൈസ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരമാണ് നമ്മുടെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നൽകുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ വണ്ടി കൊണ്ട് ഒരു അപകടം സംഭവിച്ച് മറ്റു വണ്ടിക്ക് കേടുപാടുകളുണ്ടെങ്കിൽ ആ വണ്ടിയുടെ കേടുപാടുകൾ മാറ്റാൻ മാത്രമുള്ള നഷ്ടപരിഹാരമാണ് ഈ ഇൻഷുറൻസ് കമ്പനി നൽകുക തേർഡ് പാർട്ടി. നമ്മുടെ വണ്ടിക്ക് അതുകൊണ്ടൊരു ഗുണവുമില്ല എന്നുള്ളതാണ്. ഇവിടെ 2 വണ്ടികൾ തമ്മിൽ അപകടം സംഭവിച്ചെന്ന് വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്കും അവരുടെ വണ്ടിക്കും തേർഡ് പാർട്ടി ഉണ്ട്. ഈ തേർഡ് പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്ലെയിം ചെയ്ത് ശരിയായി കൂടെ എന്ന് തോന്നണ്ട. അതായത് ഇവിടെ
ഇൻഷുറൻസിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നോക്കിയിട്ട് ആ തെറ്റില്ലാത്ത ആൾക്ക് തെറ്റ് ഉള്ള ആളാണ് ഇൻഷുറൻസ് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ 2 വണ്ടി ഇടിച്ചു, ആ വണ്ടിക്ക് തേർഡ് പാർട്ടി, ഇന്ന വണ്ടിക്കും തേർഡ് പാർട്ടി, ഇത് രണ്ടിനും പരിക്കുകളുണ്ട്. എൻ്റെ അടുത്താണ് തെറ്റെങ്കിൽ എൻ്റെ വണ്ടിയുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസാണ് അവർക്ക് കിട്ടുക എന്നുള്ളതാണ്. ഇനിയുള്ളത് സ്റ്റാൻഡ് ലോൺ ഓൺ ഡാമേജ് പോളിസിയാണ്. അത് തേർഡ് പാർട്ടിക്ക് പകരമല്ല, തേർഡ് പാർട്ടിയുടെ കൂടെ എടുക്കേണ്ടുന്ന ഒന്നാണ്. തേർഡ് പാർട്ടിയുടെ നേരെ വിപരീതമാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ വണ്ടി ക്ലെയിം ചെയ്യാനും നമ്മുടെ വണ്ടിയുടെ പരിക്കുകൾ നേരെയാക്കാനും ഒക്കെ നമുക്ക് ആ ഒരു ഓൺ ഡാമേജ് പോളിസി വെച്ചിട്ട്, അതായത് സ്റ്റാൻഡ് ലോൺ ഓൺ ഡാമേജ് പോളിസി വെച്ചിട്ട് പറ്റും. ഈ വണ്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പുതിയ വണ്ടി വാങ്ങുമ്പോൾ ആദ്യത്തെ 4 വർഷത്തേക്ക് ഇൻഷുറൻസ് കിട്ടും പറയും. പക്ഷേ ആ ഇൻഷുറൻസ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഉണ്ടാവുള്ളൂ. നമ്മൾ ഓരോ വർഷവും ഈ സ്റ്റാൻഡ് ലോൺ ഓൺ ഡാമേജ് പുതുക്കണം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയും കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ വണ്ടി മറ്റു വണ്ടിയെ പോയിടിച്ചാൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് ഒരു നഷ്ടപരിഹാരം ഉണ്ടാവില്ല. പക്ഷേ അപ്പുറത്തെ വണ്ടിക്ക് നഷ്ടപരിഹാരം കിട്ടാനുള്ള സാധ്യതയുണ്ട്, കാരണം നമുക്ക് തേർഡ് പാർട്ടി ഉണ്ടാവും. അടുത്തതിന് നമ്മൾ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് കളിക്കുന്നത്. ഇതിന് സ്റ്റാൻഡ് ലോണെന്നും തേർഡ് പാർട്ടി എന്നും രണ്ടും കൂടിച്ചേർന്ന ഇൻഷുറൻസ് പറയാം. ഫുൾ കവറെന്ന് നമ്മളിനെ പറയാറുണ്ട്. ഒരു പക്ഷേ അപകടം പറ്റിയാൽ ഫുൾ പൈസയും ഇൻഷുറൻസ് കമ്പനി തരുന്നൊരു ഇൻഷുറൻസാണ് ഫുൾ കവർ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് ശരിയല്ല. അല്ലെങ്കിൽ ഞാൻ പറയാം, എന്തായാലും വണ്ടി വാങ്ങിയിട്ട് 15 വർഷ കാലയളവിൽ നമുക്ക് 15 വർഷം വരെയും ഫുൾ കവർ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയാണ്. ഈ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതിലൊരു തേർഡ് പാർട്ടിയും ഒരു സ്റ്റാൻഡ് ലോൺ ഓൺ ഡാമേജും ഇൻഷുറൻസും ഉണ്ടാവുമെന്ന് കണ്ടാൽ മതി. അതായത് ഒരു വണ്ടി നമ്മുടെ വണ്ടിയിൽ വന്നിടിച്ചാൽ ആ വണ്ടിക്കും നമ്മുടെ വണ്ടിക്കും ഒരേപോലെ പരിരക്ഷ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് 4-5 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പാർട്സുകൾക്ക് അല്ലെങ്കിൽ ഗ്ലാസ്സിന് അല്ലെങ്കിൽ ഇതിൻ്റെ പാനുകൾക്കെല്ലാം പഴക്കം വന്നു. അപ്പോൾ നമ്മുടെ ഗ്ലാസ് പൊട്ടുകയോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷൻ കൂടിയുണ്ട്. ആ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് ഒരു തരിക. ഇപ്പോൾ ഗ്ലാസ് മാറ്റുകയാണെങ്കിൽ ഗ്ലാസിൻ്റെ ആ ഒരു സൈഡിലെ ബീഡിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ എത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഹെഡ്ലൈറ്റ് മാറ്റുകയാണെങ്കിൽ പകുതി പൈസ നമുക്ക് ഉണ്ടാവും. അതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് ഈ വർഷത്തെ പഴക്കം അനുസരിച്ചുള്ള ആ ഒരു ഡിപ്രിസിയേഷനാണ്. പിന്നെ 15 വർഷം വരെ ഈ ഒരു ഫുൾ കവർ കിട്ടുമെന്ന് പറഞ്ഞില്ല. അത് കമ്പനികളുടെ തീരുമാനം കേട്ടോ. ചില കമ്പനികൾ കൊടുക്കും, ചില കൊടുക്കില്ല. എന്നാലും കൊടുക്കുന്ന കമ്പനികളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ എന്തായാലും ഈ ഡിപ്രിസിയേഷൻ കുറച്ചുള്ള പൈസയാണ് കോംപ്രഹെൻസീവ് ഇൻഷുറൻസിൽ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ മെറ്റൽ പാർട്സ്, ഗ്ലാസ് പാർട്സ്, പ്ലാസ്റ്റിക് പാർട്സ്, റബ്ബർ പാർട്സ് ഇവയ്ക്കൊക്കെയും വിവിധ തരത്തിലാണ് ഡിപ്രിസിയേഷൻ്റെ ഒരു കോസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പാർട്ടിൻ്റെ റിപ്ലേസ്മെൻറ്റിനും ആ ഒരു ഡിപ്രിസിയേഷൻ കോസ്റ്റ് നമ്മൾ കയ്യിൽ നിന്ന് നൽകേണ്ടി വരും. ഒരു ഉദാഹരണത്തിന് ഒരു മിറർ മാറ്റാണ്, അതിന് 500 രൂപ ചിലവായി. അപ്പോൾ 250 രൂപയാണ് കമ്പനി തരുള്ളൂ, കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വില. അതുപോലെ ഗ്ലാസ് മാറ്റുമ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇടിച്ചിട്ട് മറ്റൊരു വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നു വിചാരിക്കാം, അവിടെയും ഈ ഡിപ്രിസിയേഷൻ ബാധകം. ഇപ്പോൾ 1 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 60,000 രൂപ കിട്ടുള്ളൂ, കാരണം ആ ഡിപ്രിസിയേഷൻ കോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിപ്രിസിയേഷൻ ഒരു എമൗണ്ട് നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉത്തരമായി, എന്തുകൊണ്ടാണ് നമ്മൾ ചില വണ്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ ചിലവായെങ്കിലും 60,000 രൂപ കിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു ഡിപ്രിസിയേഷൻ കാരണമാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഫുൾ കവർ ഉണ്ട്, നമ്മുടെ വണ്ടി മറ്റു വണ്ടിയെ പോയി ഇടിച്ചു, അവരുടെ വണ്ടിക്ക് പഴക്കം വെച്ച് 1 ലക്ഷത്തിന് പകരം 60,000 രൂപ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ബാക്കിയുള്ള കാശ് നമ്മുടെ കയ്യിൽ നിന്ന്, അത് ആരുടെ ഭാഗത്താണ് കുറ്റം, അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനുള്ള ഒരു വകുപ്പ് കൂടി ഈ ഇൻഷുറൻസിലുണ്ട്. അതായത് ആ ഇടിച്ച ആൾക്ക് ചിലപ്പോൾ മുഴുവൻ കിട്ടിയേക്കും, അത് ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തോളന്നില്ല, ബാക്കി നമ്മൾ ഉടമസ്ഥന് ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നേക്കാം, കേസിനൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തു, എന്നാലും നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരികയാണ്. അതെന്താണ് അങ്ങനെ? അതിനൊരു പരിഹാരമില്ലെന്ന് തോന്നണ്ട. ഒരു പോളിസിയുടെ ഒരു ആഡ് ഓൺ ഉണ്ട്, അതിനെ നിൽ ഡിപ്രിസിയേഷൻ എന്നും അതല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ എന്നാണ് പറയുന്നത്. ഇവിടെയും ചിലപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് ഒക്കെ ഡിപ്രിസിയേഷന് പോയേക്കാം. പക്ഷേ ഒരു വണ്ടി വാങ്ങുമ്പോൾ, പുതിയ വണ്ടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഈ ഒരു ആഡ് ഓൺ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഷുറൻസ് പോളിസിയുടെ കൂടെ ഒരു 20-30% എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നേക്കാം. എന്നാലും അങ്ങനെ ചെയ്താൽ നിൽ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ 0 ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്താൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത് കോംപ്രഹെൻസീവ് ഇൻഷുറൻസിൻ്റെ ആഡ് ഓൺ ആയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ചില കമ്പനികളെങ്കിലും 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടികൾക്ക് ബമ്പർ ടു ബമ്പർ ആഡ് ഓൺ കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലോ അല്ലെങ്കിൽ ബയോ ലിങ്കിലോ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിൽ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്, ആ ഫിൽറ്റർ സോർട്ട് ചെയ്താൽ ഏതൊക്കെ ആഡ് ഓൺ വേണമെന്ന് തിരഞ്ഞെടുത്ത് അവിടെ നിൽ ഡിപ്രിസിയേഷൻ്റെ ആ ഒരു ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് അതുകൂടി നിങ്ങൾക്ക് ഇൻഷുറൻസ് പോളിസിയിലൂടെ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിൽ ഡിപ്രിസിയേഷൻ ആഡ് ഓൺ മാത്രമല്ല, മറ്റ് പല ആഡ് ഓണുകളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതുപോലെ ചില കമ്പനികളുടെ നിൽ ഡിപ്രിസിയേഷൻ ആഡ് ഓൺ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 2-ൽ കൂടുതൽ തവണയൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് ഈ നിൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിന് കൂടുതൽ ഡിപ്രിസിയേഷൻ എമൗണ്ടോ അല്ലെങ്കിൽ കൂടുതൽ പൈസയൊക്കെ ചിലവാക്കാം. പിന്നെ കൂടുതൽ പൈസ പോളിസി എടുക്കുമ്പോൾ കൂടാം അടുത്ത വർഷം. ഇത് ഒഴിവാക്കാനായിട്ടുള്ള ചില മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങൾ അറിയാനും ഞാൻ ഈ പറഞ്ഞ ലിങ്കിൽ പോയാൽ മതി. ആ ലിങ്കിൽ നിൽ ഡിപ്രിസിയേഷൻ, അതായത് എത്ര തവണ വേണമെങ്കിൽ ക്ലെയിം ചെയ്യാനുള്ള, നിൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനുള്ള പോളിസികൾ അവൈലബിൾ ആണ്. ഇനി എന്താണ് കൺസ്യൂമബിൾ കവർ? ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, പ്രീമിയം ഇൻഷുറൻസ് ആണ്, കോംപ്രഹെൻസീവ് ആണ്, അതിന് കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, നിൽ ഡിപ്രിസിയേഷൻ ഉണ്ട്. പക്ഷേ വണ്ടി ഇടിച്ച് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ, അപ്പോൾ റേഡിയേറ്റർ പൊട്ടാണ്, റേഡിയേറ്റർ നമുക്ക് ഇൻഷുറൻസ് കിട്ടും, പക്ഷേ കൂളൻ്റ് കിട്ടിക്കൊള്ളുന്നില്ല.
അതുപോലെ എഞ്ചിൻ പൊട്ടിപ്പോവാണ്, എഞ്ചിൻ്റെ ഒരു പരിഹാരമായിട്ട് എഞ്ചിൻ നേരാക്കാൻ പറ്റും, പക്ഷേ എഞ്ചിൻ ഓയിലോ കാര്യങ്ങളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ഇപ്പോൾ ഉപയോഗിച്ച് തേയ്മാനം വന്ന കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. തേയ്മാനം വരുന്ന പറയാമല്ലോ കൺസ്യൂമബിൾസ്, ആ ഒരു കാര്യം കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമബിൾ എന്ന് പറയുന്ന സംഗതി. കൺസ്യൂമബിൾ കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് ആഡ് ഓൺ ആയിട്ട് എടുത്തേക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിൽ ഡിപ്രിസിയേഷനും കൺസ്യൂമബിൾ കവറും കണ്ടു. ഇനി വണ്ടിക്ക് തീ പിടിച്ച് വണ്ടി കത്തിപ്പോയി, അതല്ലെങ്കിൽ വണ്ടി ഇടിച്ചു, ഒരിക്കലും ശരിയാക്കാനാവാത്ത വിധം കേടൊന്നു പോയി, എന്തു ചെയ്യും? അവിടെയാണ് IDVയുടെ ഒരു പോയിൻ്റ് വരുന്നത്. ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ എന്നാണ് IDVയുടെ ഫുൾ ഫോം. ഇപ്പോൾ ഒരു വണ്ടി കത്തിപ്പോവുക അല്ലെങ്കിൽ നേരാക്കാനാവാത്തത് നശിച്ചു മാത്രമല്ല, വണ്ടി കളവ് പോയി, പോലീസിന് അത് തിരിച്ച് നടത്താൻ കഴിഞ്ഞില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു, വണ്ടി ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു, അങ്ങനെയുള്ള അവസരങ്ങളാണ് IDVയുടെ പ്രാധാന്യം വരുന്നത്. ഈ IDV എന്ന് പറയുമ്പോൾ അത് നിശ്ചയിക്കുന്നത് വണ്ടിയുടെ മാർക്കറ്റ് വിലയും ഡിപ്രിസിയേഷനും എല്ലാം കൂടിച്ചേർത്തിട്ടാണ്. എന്താണ് ഡിപ്രിസിയേഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് വണ്ടി ഉപയോഗിക്കുമ്പോൾ വരുന്ന വണ്ടിയുടെ ഒരു തേയ്മാനം കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിട്ടുള്ള ഒരു കണക്കൂട്ടലാണ്. ഈ IDV കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു മെത്തേഡുണ്ട്, ഒരു ഫോർമുലയുണ്ട്. ഇൻഷുറൻസ് റെഗുലേറ്ററി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരാണ് ഈ ഡിപ്രിസിയേഷൻ വാല്യൂ കണക്കാക്കുന്നത്. ഈ ഡിപ്രിസിയേഷൻ വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വണ്ടിയുടെ മാനുഫാക്ചർ ലിസ്റ്റഡ് പ്രൈസ് മൈനസ് ഡിപ്രിസിയേഷൻ വാല്യൂ എന്നുള്ളതാണ്. ഈ ഡിപ്രിസിയേഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ ഓരോ വർഷവും ഒരു നിശ്ചിത ശതമാനം വില കുറയുക എന്നുള്ളത് തന്നെയാണ്. അതായത് വണ്ടി വാങ്ങിയിട്ട് 4-5 വർഷം കഴിയുമ്പോൾ ഏറെക്കുറെ ഡിപ്രിസിയേഷൻ ഹിറ്റ് നന്നായി തന്നെ ആ വണ്ടിക്ക് വന്നിട്ടുണ്ടാവും. ഓരോ വർഷവും കാറിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഡിപ്രിസിയേഷൻ വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടും. അതായത് ഒരു വണ്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ സമയത്തെ കാറിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ആ ഡിപ്രിസിയേഷൻ വാല്യൂ കൂടി കുറച്ചിട്ടാണ് IDV വാല്യൂ തുക തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി കസ്റ്റമേഴ്സ് നൽകേണ്ടുന്ന പൈസ. ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ വണ്ടിയുടെ വിലയെങ്കിൽ 6-7 ലക്ഷം രൂപയായിരിക്കും IDV വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടികളാണെങ്കിൽ ഇപ്പോൾ വണ്ടിയുടെ ഉടമയും ഇൻഷുറൻസ് കമ്പനിയും കൂടി നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് ഒരു IDV വാല്യൂ തീരുമാനിക്കുന്നത്. അതും മാർക്കറ്റ് വിലയ്ക്ക് തുല്യമായിരിക്കും. അതായത് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഒരു വണ്ടി പൂർണ്ണമായും നശിച്ചാൽ അതേ വണ്ടി വാങ്ങാനുള്ള വിലയൊന്നും ഇൻഷുറൻസ് കമ്പനി നൽകില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിപ്പോൾ ഫുൾ കവർ ആയാലും ബമ്പർ ടു ബമ്പർ ആയാലും അത് തന്നെ സ്ഥിതി. ഇനി നിങ്ങൾക്ക് വണ്ടി വാങ്ങിയ വില വണ്ടി നഷ്ടപ്പെട്ടു പോയാലോ വണ്ടി ഉപയോഗിക്കാൻ പറ്റാതെ നശിച്ചാലോ കിട്ടണമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടുന്ന പോളിസിയുടെ ആഡ് ഓൺ എന്ന് പറയുന്നത് റിട്ടേൺ ടു ഇൻവോയ്സ് എന്നുള്ളതാണ്. ആ ഒരു ആഡ് ഓൺ കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു പൈസ, അതായത് വണ്ടിയുടെ ഇൻവോയ്സിലുള്ള പ്രൈസ് തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. ഇനിയിപ്പോൾ റിട്ടേൺ ടു ഇൻവോയ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ചില കമ്പനികൾ നിങ്ങൾക്ക് തരിക, അത് നിങ്ങളുടെ വണ്ടി നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് ആ ദിവസത്തെ വാഹനത്തിൻ്റെ വിലയായിരിക്കും, നമ്മൾ വാങ്ങിയ ഇൻവോയ്സിലെ വിലയായിരിക്കില്ല. അത് പോളിസി ഡോക്യുമെൻറ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും കാണില്ലേ എല്ലാം കഴിഞ്ഞിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്നുള്ളത്, അത് പറയുന്ന പോലെ തന്നെ എല്ലാം വായിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും ഓരോ നിയമമാണല്ലോ. അതുകൊണ്ട് തന്നെ ചില കമ്പനികൾ 3 വർഷം വരെ അല്ലെങ്കിൽ ചില കമ്പനികൾ 5 വർഷം വരെയൊക്കെയാണ് ഈ റിട്ടേൺ ടു ഇൻവോയ്സ് നമുക്ക് നൽകുള്ളൂ, നമ്മുടെ വണ്ടിക്ക് നൽകുള്ളൂ. അതറിയാനായിട്ട് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലെ ആ ഒരു ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലോ കമൻറ്റിലെ ലിങ്കിലോ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല, ആ ലിങ്കിൽ പോയിട്ട് കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങളുടെ മാതൃഭാഷ തന്നെ നിങ്ങൾക്ക് ആ ഏജൻറ്റിനോട് സംസാരിക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം, ഏത് പോളിസി വേണം, എന്തൊക്കെ ആഡ് ഓൺസ് ഉണ്ട് എല്ലാം മനസ്സിലാക്കാനും നിങ്ങൾക്ക് ആവശ്യമുള്ള ഉചിതമായ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാനും എളുപ്പത്തിൽ പറ്റുമെന്നുള്ളതും ഈ ഒരു ലിങ്കിൽ ഗുണമായിട്ട് കാണാം. ഇനി നിങ്ങൾ NCB അഥവാ നോ ക്ലെയിം ബോണസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് ക്ലെയിം ചെയ്തിട്ടില്ലാന്ന് വിചാരിക്കാം. ഓരോ വർഷവും ഇൻഷുറൻസ് പുതുക്കുമ്പോൾ 20% നമുക്ക് ലാഭമുണ്ട്. അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ ഒരു 50% വരെ നമുക്ക് അതിനകത്ത് ലാഭിക്കാൻ പറ്റുന്നതാണ്. 50% വരെ കുറവിൽ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് പിന്നീട് എടുക്കാം. അത് മാത്രമല്ല, നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങുകയാണെങ്കിൽ ഇതേ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് ഇൻഷുറൻസ് എടുക്കുന്നത് വിചാരിക്കാം. അപ്പോൾ ഈ നോ ക്ലെയിം ബോണസ് നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. ആ കുറവ് പുതുതായിട്ട് എടുക്കുന്ന ഇൻഷുറൻസിൽ നമുക്ക് ലാഭിക്കാനും പറ്റും. ആദ്യത്തെ ഒരു വർഷം നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തില്ലെങ്കിൽ 20% നോ ക്ലെയിം ബോണസ്. പിന്നെ ഈ നോ ക്ലെയിം ബോണസ് കിട്ടണമെങ്കിൽ ഫുൾ കവർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഓൺ ഡാമേജ് പ്രൊട്ടക്ഷൻ കൂടി എടുത്തിരിക്കണം. അതായത് തേർഡ് പാർട്ടിക്ക് നോ ക്ലെയിം ബോണസ് ഇല്ല. ഇനി 24/7 കാർ റോഡ് സൈഡ് അസിസ്റ്റൻസ് ആഡ് ഓൺ ആണ്. അപ്പോൾ നിങ്ങളുടെ വണ്ടി വഴിയിൽ വെച്ച് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കവർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വെമ്പർ വെമ്പർ തന്നെ ആണെങ്കിലും വണ്ടി ഷോറൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ചിലവ്, അതല്ലെങ്കിൽ കെട്ടിവലിക്കാനുള്ള പൈസ, ഇപ്പോൾ ബ്രേക്ക് ഡൗൺ ആവാമെന്ന് പറയുമ്പോൾ പഞ്ചറാവാം, അതല്ലെങ്കിൽ വണ്ടി കേടുവരാം, ഇപ്പോൾ കൊക്കയിലേക്ക് മറിയാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഫുൾ കവർ കണ്ടെങ്കിൽ ഒരു 1500 രൂപയൊക്കെയാണ് ക്ലെയിമിന് കിട്ടുക. പക്ഷേ നമ്മളീ പറയുമ്പോൾ 24/7 കാർ റോഡ് സൈഡ് അസിസ്റ്റൻസ് ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ 10,000-15,000 രൂപയൊക്കെ ആയാലും അതൊക്കെ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് ഫുൾ കവർ കൊണ്ട് പറ്റാത്ത അത്രയും എമൗണ്ട് നമുക്ക്
ഈ ഒരു ആഡ് ഓണിൽ കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൂരയാത്രയൊക്കെ പോകുന്ന ആളുകളാണ്, രാത്രിയൊക്കെ യാത്രയുണ്ട്, ഒരു വണ്ടിക്ക് ഒരു റിലയബിലിറ്റി ഇഷ്യൂസ് കൂടി ഉണ്ടെങ്കിലും എന്തായാലും ഈ ഒരു കവറേജ് കൂടി എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ പറയും. ഇനി എൻജിൻ പ്രൊട്ടക്ഷൻ കവറുണ്ട്, ഓക്കെ, ഫുൾ കവർ ഉണ്ട്, അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പറാണ്, പിന്നെ വേറെ ആഡോൺ നമുക്ക് തോന്നാം. പക്ഷേ വണ്ടിയുടെ എൻജിൻ കംപ്ലയിൻ്റ് ആവുക എന്ന് പറയുന്നത് ഫുൾ കവർ പെടുന്ന കാര്യമല്ല. മാത്രമല്ല നാച്ചുറൽ കലാമിറ്റി പോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നു, എൻജിനിൽ വെള്ളം കയറി, അതല്ലെങ്കിൽ എൻജിൻ പൊട്ടിപ്പോയി, എൻജിൻ്റെ ഓയിൽ ലീക്കായി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നാലും എൻജിൻ പ്രൊട്ടക്ഷൻ കവർന്ന് ആഡോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ്റെ കാര്യം കൂടി സുരക്ഷിതമായി എന്നുള്ളതാണ്. എന്നും പറഞ്ഞ് വെള്ളപ്പൊക്കത്തിലൂടെ അല്ലെങ്കിൽ വെള്ളക്കെട്ടിലൂടെ വണ്ടി ഓടിക്കണ്ട. കാരണം നമ്മുടേതായിട്ടുള്ള കാരണത്താൽ മനഃപൂർവ്വം വെള്ളത്തിലൂടെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു ക്ലെയിം കിട്ടില്ല കേട്ടോ, അതും പറയണം. ഇനിയുള്ളത് കീ ആൻഡ് ലോക്ക് ആഡ് ഓണാണ്. ഒരു സാധാരണ വണ്ടിയുടെ കീ ആണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് കീ ഒക്കെ മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ കീ കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന കാറുകളിൽ സ്മാർട്ട് കീ ആണ്, അതുപോലെ അതിനകത്ത് ഇമ്മൊബിലൈസർ ഉണ്ട്, അതിന് ഒരുപാട് കോസ്റ്റ് ആവും. ഇപ്പോൾ കീ ആൻഡ് ലോക്ക് റിപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ആഡ് ഓൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീക്ക് മാത്രമല്ല ലോക്ക് സെറ്റിന് മൊത്തമായിട്ടാണ് കവറേജ് കിട്ടുക. ഇപ്പോൾ കീ കേടുവരാണെങ്കിലും കീ വീണ് പോവുകയാണെങ്കിലും കീ പൊട്ടി പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് കവറേജ് കൊണ്ട് ആ കീ റിപ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കാറിൻ്റെ കീ എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു കീ അല്ല, ഒരു ചെറിയ ചിപ്പ് ലെവൽ സാധനമാണല്ലോ, അപ്പോൾ അതിന് ആ ഒരു കവറേജ് കൂടി വേണ്ടതുണ്ട്. ഈ കീക്ക് FOB എന്ന് പറയും ആഡംബര കാറുകളിലെ. അടുത്തൊരു ആഡോണാണ് ഡെയിലി അലവൻസ് കവർ. ഇപ്പോൾ നിങ്ങളുടെ വണ്ടി സർവീസിന് പോയി അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് പോയി, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേറെ വണ്ടി ഇൻഷുറൻസ് കമ്പനി തരും ആ കവർ എടുത്താൽ. ഇനി വണ്ടി തന്നില്ലെങ്കിലും ഒരു നിശ്ചിത തുക ഡെയിലി അലവൻസ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു ആഡോണിൻ്റെ ഗുണമെന്ന് പറയുന്നത്. വണ്ടി ഇല്ലാണ്ടിരിക്കില്ല. ഒരു ബൈക്കായാലും കാറായാലും ഒരു വാഹന ഉടമയ്ക്ക് നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരു ആഡോണാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാഹനം ഇടിച്ചു പരിക്കേൽക്കുക മരണപ്പെടുക ചെയ്ത നോമിനിക്ക് ഒരു സംഖ്യ കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു കവറേജ് കൊണ്ടുള്ള ഗുണം. ഇപ്പം നിങ്ങളുടെ കാറിനോ അല്ലെങ്കിൽ ടു വീലറിനോ ഇൻഷുറൻസ് എടുക്കുമ്പോൾ കുറഞ്ഞത് ഒരു 15 ലക്ഷം രൂപയോളം പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ് എടുക്കണമെന്നാണ് പറയാം. ഇപ്പോൾ വണ്ടി ഇടിച്ച് മരണപ്പെട്ടാൽ ആ ഇൻഷുറൻസ് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കിട്ടും, നോമിനിക്ക് കിട്ടുന്നില്ല, വേണ്ടപ്പെട്ടവർക്കല്ല നോമിനിക്ക് കിട്ടുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉടമ തന്നെ വാഹനം ഓടിച്ചിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഓടിച്ചിട്ട് അപകടം പറ്റിയാലാണ് ഈ ഒരു തുക നോമിനിക്ക് കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ വാഹനം ഓടിക്കുന്ന ഉടമ മരണപ്പെടുകയോ അത്യാസന്ന നിലയിലാവുകയോ ചെയ്താൽ ഈ തുക മുഴുവനായിട്ട് ലഭിക്കും. ഭേദമാകാൻ പറ്റാത്ത അത്രയും പരിക്ക് ശരീരഭാഗങ്ങൾക്കുണ്ടായ 50% കിട്ടും. ഇനി നിങ്ങൾ ഡ്രൈവറെ വെച്ച് വാഹനം ഓടിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടുന്ന ആഡ് ഓൺ എന്ന് പറയുന്നത് പെയ്ഡ് ഡ്രൈവർ ഇൻഷുറൻസ് ആഡ് ഓൺ ആണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു അപകടം ദൗർഭാഗ്യവശാൽ സംഭവിച്ചാൽ അപ്പോഴും ഇൻഷുറൻസിന് തുക ലഭിക്കും. ഇനി ഇൻഷുറൻസിൽ പേ ആസ് യു ഡ്രൈവ് എന്ന് പറഞ്ഞ ആഡ് ഓൺ കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ 2-3 വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ വിദേശത്താണ്, ഇത് വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ, ഒരു 10-12 കിലോമീറ്ററൊക്കെ വർഷത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിക്കും ഇൻഷുറൻസ് എടുക്കുന്നത് അത്ര അഭികാമ്യമായ കാര്യമല്ല. കാരണം ചിലവ് കൂടുതലാണ്. അവിടെ ചിലവ് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ ഉപയോഗിക്കാം, പേ ആസ് യു ഡ്രൈവ് എന്നുള്ള ആഡ് ഓൺ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഫുൾ കവർ, തേർഡ് പാർട്ടി, ഓൺ ഡാമേജ് പ്രൊട്ടക്ഷൻ, ബമ്പർ ടു ബമ്പർ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, ആഡ് ഓണിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഫുൾ കവർ ഉണ്ടെന്ന് കരുതിയിട്ട് അത് ബമ്പർ ടു ബമ്പർ അല്ല, അതിന് ആഡ് ഓൺ വേണം. അതുപോലെ റിട്ടേൺ ഇൻവോയ്സ് ഇല്ലെങ്കിൽ ഫുൾ പൈസ കിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വണ്ടിക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് എവിടെ നിന്ന് വേണമെന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സാണ്. എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഇൻഷുറൻസ് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ലാഭം തന്നെ മതി ഓൺലൈനിലേക്ക് നമ്മളെ ആകർഷിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞ കാര്യമുണ്ട്, ഓൺലൈൻ എടുത്താൽ ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ക്ലെയിം ചെയ്താൽ നമുക്ക് ആ കാശ് കിട്ടും, അത് കയ്യിൽ നിന്ന് കൊടുത്ത് പിന്നീട് ചെക്ക് സബ്മിറ്റ് ചെയ്തിട്ടൊക്കെ വേണ്ട, അതൊന്നും വേണ്ട. ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ക്യാഷ്ലെസ് ക്ലെയിം ഒക്കെ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലോ അല്ലെങ്കിൽ ആ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കുന്ന ലിങ്കിൽ പോയിട്ട് നോക്കിയാൽ മതി. അവിടെ നിങ്ങൾക്ക് ഇൻഷുറൻസുകൾ കമ്പയർ ചെയ്യാൻ പറ്റും, ആവശ്യമുള്ള ആഡ് ഓൺസ് തിരഞ്ഞെടുക്കാൻ പറ്റും, വേണമെങ്കിൽ കോൾ ബാക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കോ ഷെയർ ചെയ്യുക. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്കും നന്ദി, നമസ്കാരം.